ഇവരെ കൊല്ലാൻ നേതൃത്വം നൽകിയ ആളാണ് യാസിൻ മാലിക്. യാസിൻ മാലിക് പരസ്യമായി പറയുന്ന ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്ന പറയുന്നുണ്ട്, ഞാൻ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ ഞാൻ കൊന്നിട്ടുണ്ട്, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, കേസുള്ളതാ. ഞാൻ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ അയാൾ പറയുകയാണ്. അയാളെ നമ്മൾ എങ്ങനെ കാണും? ഭീകരനായിട്ട്. പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്, എനിക്ക് പാകിസ്ഥാനാണ് എൻ്റെ ജന്മദേശം എന്ന് എന്ന് പരസ്യമായി പറഞ്ഞ യാസിൻ മാലിക്കിനെ മൻമോഹൻ സിംഗ് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ആ ചിത്രം ലഭ്യമാണ്. ആ ചിത്രം നമുക്ക് കാണിക്കാം. മൻമോഹൻ സിംഗ് യാസിൻ മാലിക്കിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രം. അപ്പം എന്തിനാണ് ഇയാളെ അവിടെ വിളിച്ചു വരുത്തിയെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യൻ ഇത്രയും വലിയ ഭീകരവാദിയെ, ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ സ്വയം മാധ്യമത്തിന് മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന ആളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി ചായ കൊടുത്തു വിട്ടു. അതിനുശേഷം എന്ത് പറ്റിയെന്നറിയോ? ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മാധ്യമം അയാളെ ആ വർഷത്തെ വാർത്താ താരമായി തിരഞ്ഞെടുത്തു. ഇന്ത്യ ടുഡേ യൂത്ത് ഐക്കൺ. കാരണം പ്രധാനമന്ത്രിക്ക് സ്വീകരിക്കാമെങ്കിൽ പിന്നെ ഒരു മാധ്യമത്തിനായാലും എന്താ? ഈ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന ചില കുപ്രസിദ്ധരായ മാധ്യമ പ്രവർത്തകർ, അവരുടെ ഒന്നും പേരുച്ചരിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അവരൊക്കെ നയിക്കുന്ന ഇന്ത്യ ടുഡേ യൂത്ത് ഐക്കണായിട്ട് ഈ ഭീകരനെ, ഈ ഇന്ത്യ വിരുദ്ധനെ, ഈ പാകിസ്ഥാനിയെ അംഗീകരിക്കാൻ കാരണം മൻമോഹൻ സിംഗ് ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.